ഓക്കെ, ആ ലൈറ്റ് ഇടുന്ന ചേട്ടന്മാരോട് ഒരു പ്രത്യേക അഭ്യർത്ഥനയുണ്ട്. ലൈറ്റൊക്കെ ഇത്തിരി കൂടുതൽ ഇട്ടേക്കണം. വന്നേക്കണത് മനോജ് ഗിന്നസ് ആണ്. അല്ല, മനസ്സിലായില്ല. അല്ല, നല്ല കളറാണല്ലോ, ആൾക്കാരൊക്കെ ശരിക്കും കണ്ടോട്ടെ എന്ന് വിചാരിച്ചിട്ട് പറഞ്ഞത്. എടാ, നീ കറുപ്പിനെ അങ്ങനെ കളിയാക്കേണ്ട കാര്യമില്ല. എന്താ? എടാ, കറുപ്പിന് 7 അഴകാണ്. പക്ഷെ ബാക്കി 93 വെളുപ്പിനാണ്. നീ എത്രയിലാ കൂട്ടിയേ? ഞാൻ 100-ല്. ഞാൻ 10-ലാ കൂട്ടിയേ. 7 ഞങ്ങൾക്കും 3 നിങ്ങൾക്കും. എടാ, കരയിലെ ഏറ്റവും വലിയ ജീവിയാണ് ആന. ഈ ആനയുടെ നിറം എന്താ? കറുപ്പല്ലേ? ആ, അത് സമ്മതിച്ചു. പക്ഷെ ആനയുടെ ശരീരത്തിൽ ഏറ്റവും വിലപിടിപ്പുള്ള സാധനമാണ് ആനക്കൊമ്പ്. അതിന്റെ നിറം വെളുപ്പല്ലേ? സമ്മതിച്ച്. എടാ, മനുഷ്യ ശരീരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട അവയവമാണ് കണ്ണ്. ഈ കണ്ണിന്റെ കൃഷ്ണമണിയുടെ നിറം എന്താ? കറുപ്പല്ലേ? സമ്മതിച്ച്. പക്ഷെ ഈ കൃഷ്ണമണി ഇരിക്കുന്ന പ്രതലത്തിന്റെ നിറം വെളുപ്പല്ലേ? സമ്മതിച്ച്. എടാ, പുരുഷ ലക്ഷണം മീശ. ഈ മീശ കറുപ്പല്ലേ? പക്ഷെ ഈ മീശയുടെ തൊട്ട് താഴെ ഇരിക്കുന്ന പല്ലിന്റെ നിറം വെളുപ്പല്ലേ? സമ്മതിച്ച്. മീശയുടെ കാര്യം ഒന്നും പറയണ്ട, വെളുത്ത മീശ വെച്ച ആൾക്കാരും ഉണ്ട്. വെളുത്ത മീശ എല്ലാവരും കറുപ്പിക്കാറ് പതിവ്, അല്ലാണ്ട് കറുത്ത മീശ ആരും വെളുപ്പിച്ചുകൊണ്ട് നടക്കാറില്ല. അത് ശരിയാണ്. വെളുപ്പിച്ചോ. നേരം വെളുത്ത ഈ വെളുക്കുമ്പോ കുടിക്കുന്ന ചായയിൽ ഒഴിക്കുന്ന പാലിന്റെ നിറം വെളുപ്പല്ലേ? പക്ഷെ ഈ പാല് കറക്കാൻ പറ്റുന്ന മുരുകൻ എണ്ണാച്ചി കറുപ്പല്ലേ? അല്ലേ? അത് കറക്റ്റാണ്. ഇപ്പൊ ഒന്നും വേണ്ട, നമ്മുടെ നാട്ടിലെ രാഷ്ട്രീയക്കാരെ എടുത്തു നോക്ക്. അവരിട്ടേക്കണ കുപ്പായത്തിന്റെ നിറം വെളുപ്പല്ലേ? കുപ്പായം വെളുത്തോട്ടെ, പക്ഷെ അവരുടെ മനസ്സ് കറുപ്പല്ലേ? അല്ലേ? അത് ശരിയാണ്. വെളുപ്പിനെ കുറിച്ച് കറുപ്പിനെ കുറിച്ച് എത്ര പാട്ടാ ഉള്ളത്? എത്ര? എണ്ണക്കറുപ്പിന്റെ 7 അഴക്, കറുപ്പ് താൻ എനിക്ക് പിടിച്ച കളറ്. വെളുപ്പിനെ കുറിച്ച് വല്ല പാട്ടുണ്ട്? വെളുപ്പിനെ പാട്ടുണ്ട്. ഏത് പാട്ട്? സുപ്രഭാതം. വെളുപ്പിനെ പാടുന്ന പാട്ടല്ലേ സുപ്രഭാതം? അങ്ങനെ ആണ് പറയണത്. ഞങ്ങൾ വെളുത്ത വർഗ്ഗക്കാർക്ക് കഴിക്കാനുള്ള മദ്യം വരെ കണ്ടുപിടിച്ചിട്ടുണ്ട്. എന്ത് മദ്യം? വൈറ്റ് മിസ്റ്റീഫ്. അങ്ങനെയാണ് ഞങ്ങൾ കറുത്തവർക്ക് മദ്യമുണ്ട്. എന്തെന്ന്? ബ്ലാക്ക് ലേബൽ. എല്ലാവർക്കും സുഖല്ലേ? ഇനി എല്ലാവരും എൻ്റെ കൂടെ ഒരുമിച്ച് പാടണം. പാടോ? ഓടണ്ട ഓടണ്ട ഓമന പൂമുഖം, ഓമന പൂമുഖം, ഓമന ചുണ്ടത്തൊരു. ഈ ഫ്രണ്ടിലിരിക്കുന്ന എല്ലാ ആൾക്കാരും ഇങ്ങനെ ഇരിക്കുള്ളൂ. ആ ബാക്കിൽ നിന്ന് പറഞ്ഞ ശബ്ദം കേട്ടോ എന്ത് രസമാണെന്നറിയാമോ? ഞാനും ബാക്കിൽ നിന്ന് വന്ന ആളാണ്, അതുകൊണ്ട് തന്നെയാണ് ആ ആരോഗ്യമുള്ളൊരു ശബ്ദം കേട്ടോ. എൻ്റെ അച്ഛൻ എന്ന് പറയുന്നത് രാമൻ എന്ന് പറയുന്ന ആൾ, അദ്ദേഹം കുഞ്ഞു കുഞ്ഞു പാട്ടുകളൊക്കെ ഏറ്റുപാടുന്ന ആളാണ്. വടക്കോട്ട് പോയി മാവുമ്മ മാങ്ങ തൂശുമ്മ കൂന്താര, ആ തെക്കോട്ട് പോയി മാവൊന്നു കണ്ടേ തൂശുമ്മ കൂന്താര, അടി പൂളുമ്മ പൂളുമ്മ ചുമപ്പുള്ള മാങ്ങ എനിക്കിട്ടു വേണ്ടാടി, ആ പൂളുമ്മ പൂളുമ്മ ചുമപ്പുള്ള മാങ്ങ എനിക്കിട്ടു വേണ്ടാടി, ആ വടക്കോട്ട് പോയി മാവുമ്മ മാങ്ങ തൂശുമ്മ കൂന്താര, ആ തെക്കോട്ട് പോയി മാവൊന്നു കണ്ടേ തൂശുമ്മ കൂന്താര. എനിക്ക് ഏറ്റവും ആദ്യമായിട്ട് സമ്മാനം കിട്ടിയത് ഗൾഫിൽ പോയപ്പോൾ എനിക്കൊരു ടേപ്പ് റിക്കാർഡ് വാങ്ങിച്ചു തന്നു. അന്ന് എല്ലാ മിമിക്രിക്കാർക്കും ജുബ്ബിയും കാര്യങ്ങളൊക്കെ ഉണ്ട്, പക്ഷെ എനിക്ക് മാത്രം എനിക്കൊരു ആഗ്രഹമായിരുന്നു. ജുബ്ബി ഇടുമ്പോൾ എൻ്റെ കഴുത്ത് കറുത്തായതുകൊണ്ട് ഒരു മാല കിട്ടാൻ വേണ്ടി കൊതിച്ചിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. പക്ഷെ എനിക്ക് അന്ന് ഗിഫ്റ്റായിട്ടൊരു മാലയും കിട്ടി അവിടെ നിന്ന്. പക്ഷെ ആ മാലയൊക്കെ ഇട്ടിട്ട് നിൽക്കുമ്പോൾ തന്നെ ഒരു ഭയങ്കര എന്തോ കിട്ടിയ പോലൊരു ഇതാ നിന്നിട്ട് എനിക്ക് അന്ന് കിട്ടിയത് ഒരു ടേപ്പ് റിക്കാർഡ് കിട്ടി. ആ ടേപ്പ് റിക്കാർഡ് കിട്ടി ഞാൻ എൻ്റെ വീട്ടിൽ കൊണ്ടുവന്നു. അന്ന് ഞാൻ പാടിയൊരു പാട്ട് കേട്ടിട്ട് എൻ്റെ ചേട്ടൻ ആ ടേപ്പ് റിക്കാർഡ് തല്ലി പൊളിച്ചു. അപ്പം അതിനെന്തോ അർത്ഥം ഉണ്ടെന്നുള്ളതാണ്. ചേട്ടൻ്റെ പേര് ആ പാട്ടിൽ ഉണ്ടായിന്നാണ് പറയണേ. നീ എന്തിനാ ഈ പാട്ടുകളൊക്കെ പാടി മനുഷ്യനെ പുറത്തിറങ്ങാൻ നടക്കാണ്ടാക്കിയിട്ട് തേങ്ങപ്പൊരി? ആ ടേപ്പ് റിക്കാർഡ് തല്ലി പൊളിച്ചു. ആ പാടിയ പാട്ട് പകല് മുഴുവൻ പണിയെടുത്ത് കിട്ടണ കാശിന് കള്ളും കുടിച്ച് എന്റെ മോളെ കഷ്ടത്തിലാക്കല്ല വേലായുധാ, എന്റെ മോളെ കഷ്ടത്തിലാക്കല്ല വേലായുധാ, പകല് മുഴുവൻ പണിയെടുത്ത് കിട്ടണ കാശിന് കള്ളും കുടിച്ച് എന്റെ മോളെ കഷ്ടത്തിലാക്കല്ല വേലായുധാ, എന്റെ മോളെ കഷ്ടത്തിലാക്കല്ല വേലായുധാ. പെണ്ണ് കെട്ടിയ കണ്ണും കെട്ടും കുട്ടോളയ വായും കെട്ടും, പെണ്ണ് കെട്ടിയ കണ്ണും കെട്ടും കുട്ടോളയ വായും കെട്ടും, കാര്യം കഴിഞ്ഞു മതി കളി വേലായുധാ, കാര്യം കഴിഞ്ഞു മതി കളി വേലായുധാ. പകല് മുഴുവൻ പണിയെടുത്ത് കിട്ടണ കാശിന് കള്ളും കുടിച്ച് എന്റെ മോളെ കഷ്ടത്തിലാക്കല്ല വേലായുധാ, എന്റെ മോളെ കഷ്ടത്തിലാക്കല്ല വേലായുധാ. പെണ്ണ് കെട്ടിയ കണ്ണും കെട്ടും
എന്റെ മുള കച്ചത്തിലാകല്ല വേല ഇതാ. എന്നെക്കാളും ചന്തം തോന്നും കുഞ്ഞിപ്പെണ്ണെ നിന്നെ കാണാൻ, എന്നിട്ടെന്തേ നിന്നെ കെട്ടാൻ ഇന്നുവരെ വന്നില്ലാരും. എന്നെക്കാളും ചന്തം തോന്നും കുഞ്ഞിപ്പെണ്ണെ നിന്നെ കാണാൻ, എന്നിട്ടെന്തേ നിന്നെ കെട്ടാൻ ഇന്നുവരെ വന്നില്ലാരും. ഒരു പ്രൊഡക്ഷൻ കൺട്രോൾ ഇവിടെ ഉണ്ടായിരുന്നില്ല. ഇവനൊക്കെ ഇത് എവിടെ പോയി കിടക്കാൻ ദൈവമേ. രാവിലെ തൊട്ട് ഷൂട്ടിംഗ് എന്ന് പറഞ്ഞിരിക്കും. ഒരൊറ്റ ആർട്ടിസ്റ്റിനെ പോലും ഇവിടെ ഒരു പൃഥ്വിരാജിനെ പോലത്തെ ആള് വന്നിട്ടുണ്ട് ഇവിടെ. ആരെ? പൃഥ്വിരാജിന്റെ പോലത്തെ ആള്. പൃഥ്വിരാജിനെ പോലിരിക്കുന്ന ആളാ? എന്റെ ദൈവമേ, പൃഥ്വിരാജിനെ പോലും ഞാൻ നേരിട്ട് കണ്ടിട്ടില്ല. പൃഥ്വിരാജിനെ പോലിരിക്കുന്ന ആള് കേറ്റി വിടറോ പടപണ്ടാരത്തിന് ഇങ്ങോട്ട്. എടോ കടന്ന് ചെല്ലടോ. ഇതാണാടാ പൃഥ്വിരാജ്? ഇതൊരുമാതിരി വൃത്തികെട്ട രാജാണല്ലോടാ. ഇതെങ്ങാനും കടിക്കുക. ഇതെന്താണ് തലമുടി കാണിച്ചു വെച്ചേക്കണത്? സ്ട്രൈറ്റ് ചെയ്തതാ. സിനിമയിൽ അഭിനയിക്കാനായിട്ട് മുടി ഇങ്ങനെ സ്ട്രൈറ്റ് ചെയ്തതാണ്. ഞാൻ ഓർത്ത് വല്ല കറണ്ട് അടിച്ചതായിരിക്കുമെന്ന്. എന്താണ് നിന്റെ പ്യാര്? സാബു. കഴിഞ്ഞിട്ടുള്ള ബൂ. ഈ സിനിമയിൽ അഭിനയിക്കാൻ നിനക്ക് എന്ത് കഴിവുണ്ട്? പാട്ട് പാടും. പാട്ട് പാടും. ഒരു പാട്ടുകാരനെ തപ്പി അടക്കായിരുന്നു ഞാൻ. ഏത് ടൈപ്പുള്ള പാട്ടാണ്? പോപ്പാണ്, റോക്കാണ്, മലയാളമാണോ, തമിഴാണോ, ഹിന്ദിയാണോ? ഇതൊന്നുമല്ല, ഞാൻ സ്വന്തമായിട്ട് പാടി സ്വന്തമായിട്ട് എഴുതിയ പാട്ടുകളെ പാടാറുള്ളൂ. സ്വന്തമായിട്ട് എഴുതി സ്വന്തമായി പാടുന്ന പാട്ടുകൾ. ഇവിടെ ഏത് പാട്ടാണ് പാടാൻ പോണത്? എന്റെ വീട്ടിലാണ് ഈ അയൽക്കൂട്ടോ കുടുംബശ്രീ ഒക്കെ നടക്കുന്നത്. അയൽക്കൂട്ടം. അപ്പൊ അവരെ കണ്ടോണ്ട് എഴുതിയൊരു പാട്ട് സാറിന് ശില്പിക്കുക. ഓക്കെ, അയൽക്കൂട്ടം സൂപ്പർ സിറ്റുവേഷൻ. മോഹൻലാലിന്റെ വീട്ടിൽ അയൽക്കൂട്ടം നടക്കുന്നു. ഓക്കെ, റെഡി, സ്റ്റാർട്ട്, ആക്ഷൻ. അയൽക്കൂട്ടം പെണ്ണുങ്ങൾ കമ്മറ്റി കൂടുമ്പോൾ ചൂലും കൊണ്ടോടി വാ ശാന്തേവാ. സീരിയല് തുടങ്ങുമ്പോൾ കമ്മറ്റി നിർത്തിക്കോണം. ഒലക്കയും കൊണ്ടോടി വാ ശാന്തേവാ. ശാന്തേവാ ശാന്തേവാ. എങ്ങനെയുണ്ട്? സൂപ്പർ അല്ലേ? എന്നെ സമ്മതിക്കണം. സ്വന്തമായിട്ട് കഴിവുകൾ വേണം. അതുണ്ടെങ്കിൽ സിനിമയിൽ അഭിനയിക്കാൻ പറ്റത്തുള്ളൂ. ശിങ്കാരിമേളത്തിന്റെ താളം കണ്ടുപിടിച്ചത് ആരാ? ഞാനല്ലേ? എങ്ങനെ? ഞാൻ എന്റെ അമ്മയുടെ ജിമിക്ക് കമ്മല് പണയം വെക്കാൻ കൊണ്ടു ചെന്ന്. അപ്പൊ അവിടുത്തെ കാര്യം പുള്ളി ഉരച്ചു നോക്കിട്ട് പറയാണ്, ഇത് മുക്കുകൊണ്ടാണ് നിന്റെ അമ്മയുടെ ജിമിക്ക് കമ്മല് എന്നും പറഞ്ഞ ഒറ്റ. അപ്പൊ തന്നെ ശിങ്കാരിമേളത്തിന്റെ താളം കണ്ടുപിടിച്ചു. നിന്റെ അമ്മയുടെ ജിമിക്കും കമ്മല് ദേ എന്ന് പറയുമ്പോൾ ശിങ്കാരിമേളത്തിന്റെ താളം കിട്ടണത്. സാറൊന്ന് പറഞ്ഞു നോക്കി. നിന്റെ അമ്മയുടെ ജിമിക്കും കമ്മല് ദേ അങ്ങനെ പറഞ്ഞാൽ കിട്ടില്ല. ഇതുപോലെ പറയണം. എങ്ങനെ? നിന്റെ അമ്മയുടെ ജിമിക്ക് കമ്മലും ദേ. 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 നിന്റെ അമ്മയുടെ ജിമിക്ക് കമ്മലും ജിമിക്കും കമ്മലും ദേ. അപ്പൊ ശിങ്കാരിമേളത്തിന് താളം കിട്ടണമെങ്കിൽ നിന്റെ അമ്മയുടെ ജിമിക്കും കമ്മലും ദേ എന്ന് പറഞ്ഞാൽ മതിയല്ലേ? സാറിന്റെ അമ്മയുടെ ജിമിക്ക് കമ്മല് ദേ എന്ന് പറഞ്ഞാലും കിട്ടും. നിന്റെ അമ്മായിയമ്മയുടെ പറഞ്ഞാലും കിട്ടും കേട്ടോ. എടാ, ഇതല്ല, ഒരു ഡയലോഗ് പ്രസന്റേഷൻ ആണെന്ന് പറഞ്ഞാൽ ആദ്യം വേണ്ടത്. ഡയലോഗ് പ്രസന്റേഷൻ. അപ്പൊ ഞാനൊരു ഡയലോഗ് പറയും. അതിന്റെ ഭാവത്തിലും തീവ്രതയിലും നീ തിരിച്ചുകൊണ്ട് പറയാം. അതിൽ സൂപ്പറായിട്ട് ഞാൻ പറയും. ഓക്കെ, റെഡി, സ്റ്റാർട്ട്, ആക്ഷൻ. നേരാ തിരുമേനി, ഇപ്പൊ ചെമ്പള്ളിക്കൂടത്തിൽ പോയിട്ടില്ല. കണ്ടേ പറയില്ല. പാൻറ് ഷർട്ട് ഷൂസ് ഒക്കെ ഉണ്ട്, പക്ഷെ
സ്കൂളിൽ പോയിട്ടില്ല എന്ന് ആരും പറയും. എടാ മെനകെട്ടവനെ, ഇത് സിനിമയിലെ ഡയലോഗാണിത്. ആണാ? മരം വെട്ടുകാരനായിരുന്നു എന്റെ അപ്പൻ. എന്നാലും ആ പുള്ളി ഇത്രയും തീറ്റ തന്ന് വളർത്തിയില്ലോ. എടാ ഇത് സിനിമയുടെ ഡയലോഗാണിത്. കൺമുമ്പിൽ വെച്ച് എന്റെ അമ്മച്ചിയെ കയറി പിടിച്ച റേഞ്ചർ സാഹിബിന് ഒറ്റ വെട്ടിന് 2 തുണ്ടവാക്കിയിട്ട് എന്റെ അപ്പൻ ജയിലിൽ പോകുമ്പോ എനിക്ക് 9 വയസ്സ്. അയ്യോടാ കുരുക്കടാച്ചി വാവ, 9 വയസ്സുള്ള വാവ. മെനകെട്ടവന്, ഇത് സിനിമയിലെ ഡയലോഗാണിത്. അപ്പന്റെ ശവം കഴുമരത്തിൽ നിന്ന് തോണ്ടി കൈകളിലോട്ട് വാങ്ങുമ്പോ ദീ നീളത്തിൽ ഞൊളയ്ക്കുവാ തിരുമേനി പുഴുക്കളെ. അയ്യേ, ഞൊളക്കിയ പുഴുക്കളെന്ന്. അത് തന്നെ, ആ പുഴു എന്ന് പറഞ്ഞ പോകുന്ന ഭാവം ഉണ്ടല്ലോ, ആ പുഴുവിന് നമുക്ക് ബൂസ്റ്റപ്പ് ചെയ്യണം. പൊക്കോണം. പുഴുവിന് ബൂസ്റ്റ് മേടിച്ചു കൊടുക്കാൻ. ഇവിടെ ചായ കുടിക്കാൻ പൈസ ഇല്ല. അപ്പഴാ പുഴുവിന്. എടാ പുഴുവിന് ബൂസ്റ്റ് മേടിച്ചു കൊടുക്കുന്ന കേസല്ല, പുഴുവിന് നമുക്ക് എടുത്തു പറയണം. പുഴുവിനെ എടുത്തു പറയണം. അത് ഞാൻ ഏറ്റു. ഓക്കേ, റെഡി സ്റ്റാർട്ട് ആക്ഷൻ. നേരാ തിരുമേനി. അടിപൊളി, സൂപ്പർ. എന്റെ പുഴു സ്കൂളിൽ പോയിട്ടില്ല. മരം വെട്ടുകാരനായിരുന്നു എന്റെ പുഴു. എന്റെ പുഴുവിനെ കയറി പിടിച്ച റേഞ്ചർ സാഹിബിന് ഒറ്റ വെട്ടിന് 2 തുണ്ടാക്കിച്ച് എന്റെ പുഴു ജയിലിൽ പോകുമ്പോ എനിക്ക് അന്ന് 9 പുഴു. എങ്ങനെയുണ്ടാ പുഴു? ഓടാ പുഴു. എടോ ഇവനല്ലടോ നമ്മുടെ സിനിമയ്ക്ക് വേണ്ടത്. നമ്മുടെ സിനിമയ്ക്ക് നല്ല തലയെടുപ്പുള്ളൊരു വില്ലനെ വേണം. സാറേ ഒരു വലിയൊരു ആള് വന്നിട്ടുണ്ട്. ആണോ? ആ. കേട്ടിവിടെ പടവണ്ടാരത്തിന്. സാർ അവന്റെ പേര് കേട്ട ഞെട്ടും. ആണോ? ആ. വിടവനെ ഇങ്ങോട്ട്. ഏതാണ് ഈ വൈക്കോലും വണ്ടി? എന്തെന്നാണ് നിന്റെ പേര്? ഷിബു PP 8B ബ്ലൂ ഹൗസ്. ഞെട്ടാൻ പറ്റിയൊരു പേര്. കൊള്ളാം. ഈ സിനിമയില് വില്ലൻ നീ, അവനാണ് നായകൻ. ഞാൻ ഇവനെ കണ്ടപ്പോ അവൻ പേടിക്കണ. കോക്കാച്ചി. കോക്കാച്ചിനെ മാക്കാനെ കണ്ട തിരിച്ചറിയാൻ മേലേടാ. ഇവൻ വില്ലൻ, നീ നായകൻ. ഓക്കെ, അപ്പൊ ഫസ്റ്റ് ഷോട്ട് എന്ന് പറഞ്ഞാൽ നായകനും നായകൻ കൂടി കാറിൽ ഇങ്ങോട്ട് വരുന്നു. നായകനെ നായകൻ കാറിക്കൊണ്ട് പോകണം. കാറിക്കൊണ്ട് വന്നല്ല, നായകൻ നായകൻ കൂടി കാറിൽ ഇങ്ങോട്ട് വരുന്നു. വില്ലൻ ആ കാറിന് കുറുകനെ ചാടി വീഴുന്നു. കുറുകനെ. ഓക്കെ, നമുക്ക് ടേക്ക് നോക്കാം. ടേക്ക് നമ്പർ 2, സീൻ നമ്പർ 67. റെഡി, ആക്ഷൻ. ഓക്കെ, വില്ലൻ കുറുകനെ ചാടുന്നു. കുറുക്കൻ കൂവിക്കൊണ്ട് വണ്ടി കടി പോയതാ. കുറുക്കനെ കൊണ്ട് ചാടാനല്ല, വില്ലൻ കാറിന് വട്ടം ചാടി വീഴുന്നു. പിന്നെ വണ്ടി ഇടിപ്പിച്ച് കൊല്ലാനുള്ള പരിപാടിയാണല്ലേ. ഒരു കാര്യം ചെയ്യ്, നീ കാറിന്റെ സൈഡിൽ മാറുന്ന ഡയലോഗ് പറഞ്ഞാ. പറയാം. ആരാടാ നീ? ഷിബു PP 8B ബ്ലൂ ഹൗസ്. അത് നിന്റെ പേര്. നീ ചോദിക്കണം, ആരാടാ നീ? ആരൻ? നിനക്കടെ വേണ്ട. ഒറ്റയടിക്ക് മുട്ടുകാലി ഒന്ന് കളഞ്ഞാ. എന്നോടല്ല, നീ അവനോട് ചോദിക്കണം, ആരാടാ നീ? വേടോ. നല്ല രസമുണ്ട്. ഇണചേരാൻ പറ്റിയ വകുപ്പ്. സാബു. എടാ അത് നിന്റെ പേര്. നീ ഇവിടെ ക്യാരക്ടറിന്റെ പേര് പറയണം. ഇവിടെ ക്യാരറ്റ് തിന്നെ ഞാൻ മുയലാണോ? എടാ മൊയിലല്ല, നിന്റെ കഥാപാത്രത്തിന്റെ പേര് പറയണം. ഞാൻ പാത്രത്തിന്റെ പേര് പറയണം. ഇവിടെ പാത്രത്തിന്റെ പേരല്ലേ മംഗലശ്ശേരി നീലകണ്ഠൻ കാർത്തികേയൻ എന്നൊക്കെ പറയണ പോലത്തെ ഒരു പ്യാര്. ഞാൻ ഈ സിനിമയിലേക്ക് വേറെ പേരുണ്ട്. വേറെ പേര്? അത് ഞാൻ കലക്കും. കറക്റ്റായിട്ട് പറഞ്ഞോളാം, കേട്ട് പഠിച്ചോളണം. ഓക്കെ. ഞാൻ കോദണ്ഡപാണ റെഡ്ഡി. ഒന്ന് ഞെട്ടി ഞെട്ടി. ഈ പറഞ്ഞ സാധനം ഞാനോ? ഇത്രയും വലുതോ? ഒന്നിട്ട് പറഞ്ഞേ. ഞാൻ കോദണ്ഡപാണ റെഡ്ഡി. വരണ്ടായിരുന്നു. അങ്ങനെ പറയരുത്. നിന്റെ കഥാപാത്രത്തിന്റെ പേരാണ് ഞാൻ കോദണ്ഡപാണ റെഡ്ഡി. ഞാൻ കോതമംഗലത്ത് പോകാൻ റെഡി. എടാ കോതമംഗലത്ത് മുമ്പെങ്കിലും പോണ കാര്യമല്ല, ഞാൻ കോദണ്ഡപാണ റെഡ്ഡി. സാറിന്റെ ഒപ്പം ഒന്ന് പറഞ്ഞു നോക്കാം. എന്റെ ഒപ്പം കറക്റ്റ് ആയിട്ട് പറഞ്ഞോളൂ. ഓക്കെ. ഞാൻ കോദണ്ഡപാണ റെഡ്ഡി. ഇത് വേണ്ട, നമുക്ക് വേറെ കളി കളിക്കാം. ഇത് ഷൂട്ടിംഗ് ആണ്. നിന്റെ സാബു എന്നുള്ള പേര് മതി. അത് മതി സാറേ. മറ്റത് പറയുമ്പോ ചെറിയൊരു ശ്വാസം മുട്ട് വന്നുണ്ട്. നീ ഒരു കാര്യം ചെയ്യ്. നിനക്ക് ഇങ്ങനെ പറയാമോ? എങ്ങനെ? ഞാൻ ഏതാണ്ട് കണ്ട ഷാട്ടി. ഇതും വേണ്ട. വേണ്ടേ? ഇനി നിന്റെ ഡയലോഗ്. എന്റെയാണോ? നിനക്ക് പരിഭവമാണോ അതോ പിണക്കമാണോ?
നിനക്ക് പരിപ്പുവട വേണോ അതോ പിണ്ണാക്ക് വേണോ? പൊറോട്ട മതിടാ. അവന് പൊറോട്ട ഇറച്ചി മതി. അയ്യോ ഇതൊന്നും വേണ്ട. ഇനി നിന്റെ ഡയലോഗ്. ആ. കടക്ക് പുറത്ത്. കടക്ക് പുറക്ക്. ഞാൻ പറയണ കേട്ട അക്ഷരസ്ഫുടതയോട് പറ. ആ. കടപ്പുറത്ത്. അല്ല കടക്ക് പുറത്ത്. ഇതൊന്നും വേണ്ട. ഇവിടെ അടുത്ത ഡയലോഗ്. അതായത് നിന്റെ ഡയലോഗ്. എന്റെയാണോ? എന്താ നിനക്കൊരു കുണ്ഠിത ഭാവം? അത് വേണ്ട. അത് വേണ്ട, ഇല്ല കുറവാ. അതാണ്. ഇനി നിന്റെ ഡയലോഗ്. നീ പോയി കിടന്നുറങ്ങ്. ഓക്കെ. എവിടെ പോണ് പറയുമ്പോ പറയും എന്നോട് പോയി കിടന്ന് ഉറങ്ങാൻ പറഞ്ഞിട്ട് എടാ നിന്നോട് പോയി കിടന്ന് ഉറങ്ങാൻ പറഞ്ഞാലും നിന്റെ ഡയലോഗാണ്. നീ ഇവരോട് പറയണം നീ പോയി കിടന്ന് ഉറങ്ങ്. നീ പോയി കിടന്ന് ഉറങ്ങ്. ഓക്കേടാ. ആ മുടിയെ കൂട്ടി പല്ലൊക്കെ തെച്ച് പോയി കിടന്ന് ഉറങ്ങണം. ഇത് ഡയലോഗാണ്. കുറച്ച് കട്ടിക്ക് പറ. നീ പോയി കട്ടിക്ക് കിടന്നുറങ്ങ്. എടാ കുറച്ച് ഭാവത്തിൽ പറയാൻ. നീ പോയി പാവത്തിൽ കിടന്നുറങ്ങ്. എടാ അങ്ങനെയല്ല. കുറച്ച് വികാര പരവശനായിട്ട് പറ. വികാരം. വികാരം കൊള്ളിക്കാനായിട്ട് എടാ ഇത് വേണ്ട. ഡയലോഗായിട്ട് പറ. നീ പോയി കിടന്നുറങ്ങ്. നീ പോയി കിടന്നുറങ്ങ്. ഉറങ്ങുമ്പോൾ റെഡ് ബൾബ് ഇടണ്ട ബ്ലൂ ബൾബ് ഇട്ടാ മതി. ഉറങ്ങും. പിന്നെയും പണി കിട്ടി. ഇതെന്റെ നാക്ക് കെട്ടുപണിഞ്ഞ് ഞാൻ ചാകാനുള്ള പരിപാടി. എടാ നിന്റെ ഡയലോഗാണ്. ഉറങ്ങുമ്പോൾ റെഡ് ബൾബ് ഇടണ്ട ബ്ലൂ ബൾബ് ഇട്ടാ മതി. ഉറങ്ങുമ്പോ എടാ നിന്നോട് ഇത് പറയാൻ പറഞ്ഞല്ല. ഉറങ്ങുമ്പോൾ റെഡ് ബൾബ് ഇടണ്ട ബ്ലൂ ബൾബ് ഇട്ടാ മതി. ഒരു മെഴുകുതിരി എത്തിച്ചാ പോരെ. എടാ സീറോ ബൾബ് മതിയെന്ന്. എടാ ഇതൊന്നും വേണ്ട. ഷൂട്ടിംഗ് ഇവിടെ വെച്ച് പാക്കപ്പ് ആണ്. പാക്കപ്പ് രണ്ടുപേർക്കും അവസരമില്ല. അവസരമില്ലേ? ഇല്ല. അയ്യോ സാർ അങ്ങനെ പറയാ. പാക്കപ്പ് പറഞ്ഞാ പാക്കപ്പ്. സാറേ അങ്ങനെ പറയാ. പാക്കപ്പ് ഓടാ അവിടുന്ന്. മിമിക്സ് പരേഡ് എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ഓടിയെത്തുന്നത് സിനിമാ താരങ്ങളുടെയും രാഷ്ട്രീയ നേതാക്കളുടെയും ഗായികമാരുടെയൊക്കെ ശബ്ദാനുകരണമാണ്. ഞങ്ങളും അതിന് മാറ്റം വരുത്തുന്നുണ്ട്. അതിനായി ക്ഷണിക്കുന്നു യൂണിവേഴ്സിറ്റി താരമായ സതീഷ് ഒളേരി, അതുപോലെ തന്നെ രസികരാജയുടെ ഏറെ ശ്രദ്ധേയനായ സുഭാഷ് കൊല്ലം ആൻഡ് അരുൺ തിരുവനന്തപുരം സ്വാഗതം ചെയ്യാം. ആദ്യം ശബ്ദം അനുകരിക്കുന്നത് സുഭാഷാണ്. ആദ്യമായി വേദിയിൽ അവതരിപ്പിക്കുന്നു നമ്മുടെ ആദ്യകാല കോമഡിയൻ ശ്രീ ബഗദൂർ. എൻ്റെ പൊന്നു സാറന്മാർ, എൻ്റെ കുഞ്ഞിനെ ഒന്നും ചെയ്യല്ലേ. അറിയാണ്ട് ചെയ്തു പോയതാണ് മാനെ. കോമാളി കരഞ്ഞ ജനം ചിരിക്കും. ബാവുമോനെ, എൻ്റെ നമ്പർ എപ്പോൾ വരും മോനെ? അടുത്തായിട്ട് സതീഷ് ഒളേരി. മലയാള സിനിമയിൽ ഹാസ്യത്തിന് പുതിയ രൂപവും ഭാവവും നൽകിയ ശ്രീ കൊച്ചുപ്രേമൻ. അയ്യാ, എനിക്ക് ഈ പ്രേതങ്ങളെ കണ്ട പേടിയാണ് കേട്ടോ. 1.5 ചക്രത്തിൻ്റെ കള്ളും പുറച്ചിയും കോഴിയും പേടിക്കുക എന്ന ജപ്തിലെന്ന് കരുതിയിടൂ. ഇടു മധുരാശി പിടിക്കിടൂ. ഇടു പെണ്ണിന് പിടിക്കുക. തൊട്ടില്ല തൊട്ടോ. അയ്യാ. താങ്ക് യു സതീഷ്. അടുത്തായിട്ട് അരുൺ. ഞാൻ ഒരു നടിയുടെ ശബ്ദമാണ് അവതരിപ്പിക്കുന്നത്. ഏത് നടിയാണ്? ബിന്ദു പണിക്കർ. ബിന്ദു പണിക്കർ. മലയാള സിനിമയിൽ കോമഡിക്ക് മറ്റൊരു വേഷം നൽകിയ ശ്രീ ബിന്ദു പണിക്കർ. എന്നോട് ഒത്തിരി ഇംഗ്ലീഷ് സ്നേഹം ഉണ്ടെങ്കിൽ എവിടെയും ഇങ്ങനെ പറയൂ. എടാ ദിലീപേ, പഠിക്കുന്ന കാലത്തും അതേടാ. ഞാനായിരുന്നു ക്ലാസ്സിൽ ഫസ്റ്റ്. പക്ഷെ PDC റിസൾട്ട് വന്നപ്പോൾ എന്തായി? ഞാൻ തോറ്റു. അതെങ്ങനെ? 24 മണിക്കൂറും പഠിപ്പ്. മേഘനാഥൻ. മലയാള സിനിമയിലെ അതുല്യനായ നടൻ ബാലൻ കെ നായരുടെ പുത്രൻ ശ്രീ മേഘനാഥൻ. മോന്റെ പോലീസുകളെ എത്ര നന്നല്ല. വെട്ടി തുണ്ടാക്കി പുല്ലിനും ചൊല്ലിനും മേലെ തിന്നാനായിട്ട് കൊടുക്കും. ഇത് പുലിമുറ്റി തലക്ഷ പറയുന്നേ. പൊക്കോ. താങ്ക് യു സുഭാഷ്. സതീഷ്. വിജയരാഘവൻ. മലയാള സിനിമയിൽ വില്ലൻ കഥാപാത്രങ്ങൾക്ക് പുതിയ രൂപവും ഭാവവും നൽകിയ ശ്രീ വിജയരാഘവൻ. ഒരു കല്യാണമൊക്കെ കഴിക്കണം കേട്ടോ. 3 നേരം കൊന്തെത്തിച്ച് പള്ളിമേടന് കാളേച്ചനാണെങ്കിലേ നിരക്കൊക്കെ തെറ്റി. മംഗലശ്ശേരി നീലകടന്ന പടുമരത്തെ കത്ത് തേപ്പിക്കും. നടേശ കൊല്ലണ്ട. താങ്ക് യു സതീഷ്. അരുൺ. അടുത്തത് ഒരു തമിഴ് നടിയാണ്. ആരാണ്? കോവൈ സരള. തമിഴ് സിനിമയിൽ കോമഡിക്ക് ഏറെ പ്രാധാന്യം നൽകിയ വേഷങ്ങൾ അവതരിപ്പിച്ച ശ്രീ കോവൈ സരള ശ്രീമതി. என்னது இது? டிவி எல்லாம் தனியா ஆஃப் ஆகுது. இந்த வீட்டுக்குள்ள பேய பிசாசு வந்துருக்கீங்களா சார்? என் தம்பிக்கு ஒரு சட்டை கொடுங்க சார். ஸ்னியாகிதனை ரகசிய സ്നേഹിതനൈ. പിച്ച് പുടാ പിച്ച്. മലയാള സിനിമയുടെ കറുത്തമുത്ത് ശ്രീ കലാഭവൻ മണി. പ്രിയമുള്ള കലാപ്രമിളെ, എന്താ കൈയടിക്കാണ്ടിരിക്കണേ? അടിപൊളിയായിട്ടൊന്ന് കൈയടിച്ചേ. സത്യത്തിൽ എനിക്കിപ്പോൾ ഓർമ്മ വരുന്നത് എൻ്റെ പഴയകാല ജീവിതങ്ങളാണ്. ആ ജീവിതത്തിൽ ഒരുപാട് വിശപ്പും ദുഃഖമൊക്കെ അടക്കിയിട്ടുള്ള ഒരാളാണ് ഞാൻ. ആ കാലങ്ങളിലൊക്കെ
അടപ്പത്ത് കലം വെച്ചിട്ട് വെള്ളം ഒഴിച്ചിട്ട് കയ്യിലുകൊണ്ട് ഇളക്കുമ്പോൾ ചേച്ചി പാടാറുണ്ടായിരുന്നു. സത്യത്തിൽ ആ പാട്ട് കേൾക്കുമ്പോൾ എൻ്റെ കണ്ണ് നിറഞ്ഞു പോകും. നിങ്ങൾക്ക് വേണ്ടി ഞാൻ ആ പാട്ട് പാടാം. കുമ്പായി കുച്ചാണ്ടി പാണം കത്തണുമാ വഴല പൊട്ടിച്ചി പാപ്പണ്ടാക്കണുമാ വയറ് കത്യാളി എൻ്റെ കൊടല് കത്തണുമാ പണം പെടഞ്ഞിട്ട് ദൈവേ ഓണം പാഴാക്കണുമാ. അതും കഴിഞ്ഞാലോ പിന്നെ ഓണം വരുമെന്ന് ഇമ്മിണി നാളായി തച്ചൻ കൊഞ്ചി പറയാറില്ലേ. കുമ്പായി കുച്ചാണ്ടി പാണം കത്തണുമാ വഴല പൊട്ടിച്ചി പാപ്പണ്ടാക്കണുമാ. മലയാള നാടകവേദിയിൽ നിന്ന് മലയാള സിനിമയിലെത്തിയ മറ്റൊരു വില്ലൻ ശ്രീ കലാശാല ബാബു. എടാ ജോസ്, പാട്ടി തെണ്ടി കടവറ മോനെ, നിനക്ക് എത്ര നീണ്ട? 1 ലക്ഷമല്ല, 10 ലക്ഷം 10 ലക്ഷം പലിശയും അതിൻ്റെ കൂട്ടുപലിശയുടെ പലിശയും ഞാൻ മുതലാകും. എൻ്റെ അടുത്ത കള്ളി അടി സക്കേ. താങ്ക് യു സതീഷ്. അടുത്തായിട്ട് അരുൺ. മുകേഷ്. മുകേഷ് മലയാള സിനിമയുടെ മറ്റൊരു കോമഡി താരം ശ്രീ മുകേഷ്. മേലു നില്ല് നില്ല് ചെല്ല്. എന്തോന്ന് 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 എളിയ മായൻകുട്ടി ആനപ്പാറയില മറ്റേ അവളില്ലേ മേലു, അവളുമായിട്ട് ലൈനായി തോന്നുന്നേ. അളിന് ദൂരെ പോയില്ലേ? ചെന്നാട്ടെ ചെന്നാട്ടെ. അടുത്ത തമിഴിൽ നിന്ന് പ്രഭു. തമിഴ് സിനിമയുടെ മറ്റൊരു താരം ശ്രീ പ്രഭു. பிரியமுள்ளோரே நமஸ்காரம். நான் உங்கள் பிரபு பேசுகிறேன். என்னோட நீண்ட நாள் ஆசை மலையாள படத்தில் நடிக்கணும். அந்த ஆசை காலாப்பாணி படம் மூலமாக நிறைவேறிடுச்சு. இதுக்கு டைரக்டர் பிரியதர்ஷன், அன்பு சகோதரன் மோகன்லால், திரு குட்னை மோகன் இவர்களுக்கு நன்றி சொல்ல நான் கடமைப்பட்டிருக்கேன். இந்த படத்துக்கு இசைஞானி இளையராஜா, எம்ஜி ശ്രീകുമാർ, ചിത്ര ഇവர்கள் പാടിയ പാട്ട് ഒന്ന് കേൾപ്പോമേ. എനിക്ക് ഈ പാട്ട് വളരെ ഇഷ്ടമായി, നിങ്ങൾക്കും ഇഷ്ടമാകും എന്ന് വിചാരിക്കുന്നു. അടിക്കണം, മുന്നാടി വന്ന് അടിക്കണം, അത് അമ്പളയ്ക്ക് അഴക് വർദ്ധമാ. പ്രകാശ് രാജ് തമിഴ് സിനിമയുടെ മലയാളത്തിലെ ഏറെ തിളങ്ങിയ ശ്രീ പ്രകാശ് രാജ്. ஹாய் சல்லா, ஐ லவ் யூ. அழமாட்டமா, அழுதா துக்கம் வெளியில் போயிடும். துக்கம் வெளியில் போச்சுன்னா கோபம் கலைஞ்சு போயிடும். என் கோபம் கலையக்கூடாது, உள்ளுக்குள்ள தீட்டி வச்சிருக்கேன். அவனை பிடிச்சி என் கையில் வச்சு மாவானா சல்லா, ஐ ലവ് യു. താങ്ക് യു. അടുത്ത അരുൺ. പൃഥ്വിരാജ് മലയാള സിനിമയുടെ യുവതാരം ശ്രീ പൃഥ്വിരാജ്. ഇതേത് അമ്പിളിയുടെ കൊട്ടേഷൻ അബ്ബായി. ഇനി ഇതിന്റെ പേരിൽ നീയോ നിന്റെ ഗ്യാങ്ങിൽ ആരെങ്കിലോ അവിടെ തപ്പണ ചാമ്പണ ചെന്ന ഗ്യാങ്ങൾ സ്കൂളിൽ പോയിട്ടില്ല. അതുകൊണ്ട് നിങ്ങളുടെ ഭാഷ ഞങ്ങൾക്ക് മനസ്സിലാവില്ല. കൊച്ചിയിൽ വന്നൊരു കാര്യം കാണണമെങ്കിൽ ഗ്യാങ്ങളെ കാണേണ്ട പോലെ കാണണം. അതാണ് ശരി, അതേ ശരിയാവൂ. കൊട്ടേഷൻ ഓക്കെ ബൈ. താങ്ക് യു അരുൺ. സതീഷ്. വടിവേലു തമിഴ് സിനിമയുടെ ഹാസ്യ സാമ്രാട്ട് ശ്രീ വടിവേലു. കടലാക്കടിയൊപ്പ്, ആകളിയൊപ്പ, കൊളപ്പടിക്കൊപ്പ്, ആകളുപിടിക്കൊപ്പ, അപ്പ് മാപ്പിള വെച്ചിട്ടേണ്ട അപ്പ് വേണ അഴുതുടുക ரொம்ப വലിക്കത്. താങ്ക് യു സതീഷ്. സുഭാഷ്. അടുത്തതായിട്ട് 2 താരങ്ങളാണ്. ആരൊക്കെയാണ്? കൗണ്ടമണിയും സെന്തിലും. തമിഴ് സിനിമയുടെ മറ്റു ഹാസ്യ താരങ്ങളായ കൗണ്ടമണിയും സെന്തിലും. ஓஹோ ஆபீசர், இது யார் உங்க சன்னுங்களா? பேர் என்ன சொன்னீங்க? என்னது அரவிந்த் சாமியா? அடுப்புல வந்து சாமின்னு வைக்க, அதுதான் கரெக்டான பேர். ஐயோ, குட் மார்னிங் ஆபீசர். அண்ணி என்னது சொல்றீங்க? முத்தலகு பாட ஆரம்பிச்சா நாங்கள் மீன் தட்டி போடுதில்லை. முன்னெல்லாம் தாராபத்திரம் வாக்கே முத்தலகு ஆரம்பி அண்ணன் வரட்டுமாண்டே. താങ്ക് യു സുഭാഷ്. താങ്ക് യു. അടുത്തായിട്ട് സതീഷ്. വിവേക്. തമിഴ് സിനിമയുടെ മറ്റൊരു ഹാസ്യ സാമ്രാട്ട് ശ്രീ വിവേക്. டேய் லேடிஸுங்களா ஜென்ஸுங்களா இங்கப்பா கருப்பா கருப்பு என்ன வார்த்தையை கேட்டால் தமிழ்நாடே கூந்தலிக்கும். ராம் கருப்பு, எட்மன் கருப்பு, அம்பகும்பி அம்பகம்பி. என்னடா அம்பி, நம்பவே முடியலடா. என்ன சார், காக்க பிரியாணியா? காக்கவா. താങ്ക് യു. അടുത്തായിട്ട് വിജയ്. തമിഴ് സിനിമയുടെ ചിന്ന ദളപതി ശ്രീ വിജയ്. லவ் என்றது காலேஜ் லைப்ரரி படிக்கணும் புக்கு மாதிரி. இது யாருக்கு வேணும் படிக்கிறோம்.
இங்கே கல்யாணத்தை பற்றி எங்கள் வீட்டாருக்கு தெரியலன்னு தெரியலடா. ஏன் கேட்குற? எப்படி 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 பேச்சு மட்டும் சைலண்டாக இருக்கும், ஆனால் அடி சர்ற வெடி. டு റിലാക്സ്ഡാ റിലാക്സ്. താങ്ക് യു. അടുത്ത അയ്യപ്പൻ ബൈജു. മലയാള മിമിക്രി വേദിയിൽ കുടിയനെ അവതരിപ്പിച്ചേറെ ശ്രദ്ധേയനായ ശ്രീ അയ്യപ്പ ബൈജു പ്രശാന്ത് പുന്നപ്ര. വഴിയരികിലും പതിതനായി ചിരിച്ചു നിൽക്കും ബൈജു, അടികിട്ടിയാലോടിക്കുള്ളി കിടന്നുറങ്ങും ബൈജു. അയ്യപ്പ ബൈജു, അയ്യപ്പ ബൈജു. മൈ നെയിം ഈസ് ബൈജു. എൻ്റെ പേര് ബൈജു എന്നാട്ടോ. ഒരുപാട് രീതികളൊക്കെ ഉണ്ട്. എനിക്ക് ഒരു ബാറുണ്ടെങ്കിൽ ഡെയിലി ഞാനടിക്കും, ഡെയിലി ഞാനടിക്കും. അയ്യോൻ്റെ അമ്മച്ചേ. താങ്ക് യു. ഇനി വേദിയിലെത്തുന്നു ഒരു ശ്രീലങ്കൻ ക്രിക്കറ്റ് താരം സനത് ജയസൂര്യ. Cricket is the secret of my energy. Anke push it up and part pare. Single single mandrit sulmaile. Single single simba single single. Thank you very much. DJ Ace and exclusive.